ഹലോ ഗായ്സ്, നമ്മളിന്ന് കളിക്കാൻ പോണത് പേ ബാക്ക് ആണ്. അപ്പോൾ ഇതാണ് പേ ബാക്ക്. ഒരു സൂപ്പർ ഓഫ്ലൈൻ ഗെയിമാണ്. വളരെ ഗ്രാഫിക്സുള്ളതാണ്. ലൈക്ക് GTA 5 പോലെയാണിത്. നമുക്ക് കളിക്കാം. ഇതാ നമ്മൾ ഗെയിം തുടങ്ങി. ലോഡ് ചെയ്യാൻ നല്ല ഓഫ്ലൈനാണ്. നെറ്റ് ഓഫാക്കി കളിച്ചില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആഡിൻ്റെ സിമ്പിൾ വരും. അതുകൊണ്ട് എല്ലാവരും നെറ്റ് ഓൺ ആക്കാൻ ശ്രദ്ധിക്കുക, അല്ല നെറ്റ് ഓഫ് ആക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കളിക്കാം. സ്റ്റാർട്ട് ചെയ്തു ഗായ്സ്. പ്ലേ കൊടുക്കുക. നമ്മൾ ആദ്യമായിട്ട് പ്ലേ കൊടുക്കുമ്പോൾ ക്യാമ്പയിൻ സ്റ്റോറി, അതിലേക്ക് സ്റ്റോറി എടുക്കുക. റെഡി ഓർ നോട്ട് കൊടുക്കുക. ആദ്യം നമുക്കിങ്ങനെ കോളുകൾ വരും. അതിലോരോ ഡ്യൂട്ടീസ് ഉണ്ടാവും. നമ്മളത് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വെറുതെ എടുക്കുന്നുണ്ട്. അത് മുകളിൽ എഴുതി കാണിക്കും. താഴെ ഇതാ എഴുതി കാണിച്ചു. നമുക്ക് ആദ്യം ഒരു വണ്ടി വേണം. അതിലോരോ കെട്ടിടങ്ങളുടെ മുകളിൽ ഓരോരോ വെപ്പൺസ് ഉണ്ടാകും. നമുക്കത് എടുക്കാൻ പോകണം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു വണ്ടി വേണം. ഏറ്റവും കൂടുതൽ സ്പീഡുള്ള വണ്ടി എന്ന് പറയുന്നത് ലംബോർഗിനിയാണ്. ലംബോർഗിനി ഇവിടെ XX5 എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഈ കാർ എടുക്കാം. വേണ്ട ഗായ്സ്, ആ കാർ വേണ്ട, അത് ഓടിപ്പോന്നു. നമുക്കത് വിടാം. അത് വേണ്ട ഗായ്സ്. ബസ് നമ്മൾ ഇടിച്ച പെട്ടെന്ന് ഇഞ്ചറി ഉണ്ടാവും. വണ്ടികൾ ഇടിച്ചാൽ അത് കാരണം അടുപ്പിച്ച് ഇഞ്ചറികൾ ഉണ്ടാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് വേറൊരു വണ്ടി നോക്കാം. അതാ ഗായ്സ് പഗ് വരുന്നുണ്ട്. നമുക്ക് ആ വണ്ടി എടുക്കാം. വേണ്ട ഗായ്സ്, അതിൻ്റെ ബാക്കിൽ സിവിക്ക് ഉണ്ട്. ഇത് മറ്റൊരു സ്പീഡറാണ്, നമുക്ക് എടുക്കാം. സ്കൂബി എന്നാണ് ഇവിടെ സിവിക്കിനെ പറയുന്നത്. ഈ കെട്ടിടത്തിന് മുകളിലേക്കുള്ള വഴി ഇതിൽ കൂടെയാണ് ഗായ്സ്. നമുക്ക് ഇതിൽ കൂടെ പോവുക. പെട്ടെന്ന് സ്പീഡിൽ ജമ്പ് ചെയ്താൽ അപ്പുറത്തെ കെട്ടിടത്തിൽ ഇരിക്കാൻ പറ്റും. അവിടെയാണ് ഗൺസ് എല്ലാം ഉള്ളത്. ദ ഗായ്സ് മെഷീൻ ഗൺ, ഷോട്ട് ഗൺ, ഗ്രനേഡ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ ഇതിൻ്റെ മുകളിലുണ്ട് ഗായ്സ്. അപ്പുറത്തെ സെക്ഷനിലാണ്. നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെയുണ്ട്. നമ്മളിപ്പുറത്തേക്ക് കിടന്നിരിക്കുന്നു. ഇപ്പുറത്ത് നമുക്ക് ഷോട്ട് ഗണ്ണും ഒരു ഗ്രനേഡും കിട്ടിയിട്ടുണ്ട്. നമ്മളിനി അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് ചാടാൻ പോകുന്നത്. സൂക്ഷിച്ച് ചാടിയില്ലെങ്കിൽ അപ്പുറത്തെത്തില്ല. അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് സൂക്ഷിച്ച് ചാടാൻ പോവുകയാണ് ഗായ്സ്. ലെഫ്റ്റ് മിസ്സിൽ നമ്മളെത്തി. നമുക്ക് ഇവിടെ നിന്ന് ഇതെടുക്കാം. ഇതിൽ കോപ്പ് കില്ലർ ബോണസ് പറഞ്ഞൊരു സംഭവമുണ്ട് ഗായ്സ്. കുറേ ആൾക്കാരുടെ ഇത് ചെയ്ത് പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെട്ട കോപ്പ് കില്ലർ ബോണസ് എന്നൊരു സാധനം കിട്ടും. അത് കുറേ പ്രാവശ്യം കിട്ടിയാൽ പുതിയ ലെവൽ അൺലോക്ക് ആവും. നമുക്ക് ആദ്യം ഇവിടെ നിന്ന് തുടങ്ങാം ഗായ്സ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഒരാളിനെ ഷൂട്ട് ചെയ്തു, വണ്ടീനെ ഷൂട്ട് ചെയ്തു. നിർത്താണ്ട് കുറേ ആൾക്കാരിനെ ഷൂട്ട് ചെയ്യണം ഗായ്സ്. അപ്പോഴാണ് പോലീസ് വരുള്ളൂ. പോലീസ് ഫസ്റ്റ് ഓരോ കാറുകളിലായിരിക്കും വരിക. പിന്നെ അത് വലിപ്പം കൂടി ട്രക്കുകളാവും. പിന്നെ അവസാനം മിലിറ്ററി ടാങ്ക് വരും. അതുവരെ ആരും പിടിച്ചു നിൽക്കില്ല. മിലിറ്ററി ടാങ്ക് വരെ ഞാൻ നിന്നിട്ടുള്ളൂ. മിലിറ്ററി ടാങ്കിന് രക്ഷപ്പെടാൻ ആർക്കും പറ്റില്ല. ഇതാ നമ്മൾ പോലീസ് വന്നിട്ടുണ്ട്. പോലീസുകാർ അടുത്തെത്തിയാൽ സൂക്ഷിക്കണം. കാറുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം, ഇല്ലെങ്കിൽ ഇടിച്ചാൽ ഇഞ്ചുറി പെട്ടെന്ന് പറ്റാൻ സാധ്യതയുണ്ട്. ഗായ്സ് നമ്മൾ ഷോട്ട് ഗണ്ണൊക്കെ എടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് പിസ്റ്റൽ ഉപയോഗിക്കാം ഗായ്സ്. പിസ്റ്റൽ അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് പിസ്റ്റലും നൈഫും അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് കളിക്കാം. കോയിൻസ് മോർ കിട്ടിയാൽ നമുക്ക് ഏത് വെപ്പൺസ് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാം. അപ്പോൾ കളിക്കുമ്പോൾ തുടങ്ങുമ്പോഴേ പിസ്റ്റൽ കിട്ടും. അപ്പോൾ നമ്മൾ പിസ്റ്റലിൽ നിന്ന് പെട്ടെന്ന് കളിക്കാൻ നോക്കണം. പോലീസുകാരെ ഷൂട്ട് ചെയ്ത് നിർത്തണം. ഈ മിലിറ്ററീൻ്റെ യൂണിഫോം ഇട്ട് വരുന്നത് ട്രക്കിൽ വരുന്ന ആൾക്കാരാണ് ഗായ്സ്. അവർക്ക് ഷോട്ട് ഗണ്ണാണുള്ളത്, പിസ്റ്റലല്ല. അതുകൊണ്ട് അതിനെ വേഗം ഷൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അവർ ഡേഞ്ചറസ് ആണ്. ഇവരൊക്കെ ഷൂട്ട് ചെയ്തു. കുറേ ആൾക്കാരെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പം കോപ്പ് കില്ലർ ബോണസ് എന്നൊരു സാധനം കിട്ടും ഗായ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ട്രക്കിൻ്റെ ഉള്ളിൽ ഒരു RC ട്രക്ക് ഉണ്ട് ഗായ്സ്. ഈ ഒരു വണ്ടീൻ്റെ ഉള്ളിൽ ഇവർ സൂക്ഷിക്കണം. ഇവർ പെട്ടെന്ന് ഇഞ്ചുറി ഉണ്ടാക്കും. നമുക്ക് ഈ വണ്ടി എടുത്തൊരു സൈഡിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മിലിറ്ററി ട്രക്ക് RC ട്രക്ക് എടുത്തിട്ട് നമുക്ക് പോവാം. നമുക്കത് ഇവിടെ ഒളിപ്പിച്ച് വയ്ക്കാനുണ്ട്. ഈ ഗ്യാപ്പിലേക്ക് നമുക്ക് വണ്ടി കയറ്റി പാർക്ക് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു RC ട്രക്ക് വരും. അത് ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സൈഡിലത്തെ സ്വിച്ചിൽ നമുക്ക് RC ട്രക്ക് വരും. ഇതാ നമ്മൾ RC ട്രക്ക് കൊണ്ട് പോവുകയാണ്. ഇത് എവിടെയെങ്കിലും പോയി ബ്ലാസ്റ്റ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അതാകുമ്പോൾ പോലീസുകാർ കൂടുതൽ വരും. നമ്മൾ പോയി ഇവിടുന്ന് ബ്ലാസ്റ്റ് ചെയ്തു. ഇതാ പോലീസിൻ്റെ സിമ്പിൾ വീണ്ടും വന്നു. നമ്മളെ ഇറങ്ങി ആൾക്കാർ വീണ്ടും ഷൂട്ട് ചെയ്യുക. പോലീസ് ഇപ്പോൾ വരും. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഷോട്ട് ഗണ്ണും കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മളതും എടുത്തത് നമ്മൾ പോവുകയാണ്. ഇത് വേറെ വണ്ടി എടുത്തു. ഡമീസിനടുത്ത് കിട്ടി നമുക്ക്. ഗായ്സ് പുതിയ ട്രക്ക് വന്ന് ഇതാണ് പോലീസ് ട്രക്ക്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഷോട്ട് ഗൺ ഉപയോഗിച്ച് നമ്മളിതാ മെഷീൻ ഗണ്ണെടുത്തു ഗായ്സ്. സ്റ്റാർട്ട് ദ ഗെയിം. ദ ഗായ്സ് കോപ്പ് കില്ലർ ബോണസ് പുതിയ ലെവലും അൺലോക്കായി. എബവ് ദ ലോ.
ഇത് ഗൈസ് നമ്മളെല്ലാവരെയും തീർത്തു. ഞാനിത് ഇവിടുന്ന് നിർത്തുകയാണ്. എനിക്ക് പുതിയ ലെവൽ എടുക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് ഗ്രനേഡും കൂടി ഒന്ന് യൂസ് ചെയ്യാം. ഇത് ഗൈസ് ഗ്രനേഡ് ബ്ലാസ്റ്റായി. ഓടുന്നു. പെട്ടെന്ന് ഇഞ്ചുറി പറ്റ സാധ്യതയുണ്ട് ഗ്രനേഡ് കാരണം. ഷോട്ട് ഗണ്ണും കൊണ്ട് എങ്ങനെയാണ് കില്ല് ചെയ്യുന്നത് കാണിച്ചു തരാം. ഷോട്ട് ഗൺ ഒറ്റ പവർ കൊണ്ട് എല്ലാവരുടെയും കില്ല് ചെയ്യും. അതാണ് ഷോട്ട് ഗണ്ണിൻ്റെ പ്രത്യേകത. മെഷീൻ ഗണ്ണ് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്ര നേരം പിസ്റ്റൽ എടുത്തത്. മെഷീൻ ഗണ്ണ് ഇതൊക്കെ നമ്മൾ പകുതി കഴിച്ചു. അപ്പോൾ ഓക്കെ ബൈ. ശരി ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ.